ഹലോ നമസ്കാരം. എൻ്റെ പേര് പ്രീജ. സ്വാശ്രയ അഗ്രികൾച്ചറിൽ നിന്നാണ്. ഞാൻ ഈ കൂടൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടായിരുന്നു ഇന്ന് ചെയ്യുന്ന വീഡിയോ. അപ്പം ഇതൊരു 6 അടി നീളമുള്ള കൂടാണ്. 6 അടി നീളമുള്ള കൂടാണ്. ഈ കൂടിൽ നമുക്ക് 24 കോഴിയെ മുതൽ 30 കോഴിയെ വരെ വളർത്താൻ പറ്റുന്ന കൂടാണ്. അപ്പോൾ ഈ കൂടിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് കുടുംബശ്രീക്ക് വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഒരു സംരംഭം ചെയ്യാനായിട്ട് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള മുട്ട ഉൽപ്പാദനം, അതുപോലെ ഒരു ചെറിയ വരുമാനം കണ്ടെത്താൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട് നമുക്ക് ഈ കൂട് ഉപകാരപ്രദമാണ്. ഈ കൂടിൻ്റെ പ്രത്യേകത ഇതൊരു 6 അടി നീളമുള്ള കൂടാണ്. 6 അടി നീളമെന്ന് പറയുമ്പോൾ നമുക്കിതിനകത്ത് 6 കമ്പാർട്ട്മെൻറ്റുകളുണ്ടാവും. ഈ ഓരോ കമ്പാർട്ട്മെൻറ്റിലും നമുക്ക് 5 കോഴിയെ നല്ല രീതിയിൽ വളർത്താൻ പറ്റും. കുടുംബശ്രീ അംഗങ്ങൾക്കാണെങ്കിലും അതുപോലെ തന്നെ വീട്ടുമുറ്റത്ത് ഒരു സംരംഭം ചെയ്യാനായിട്ടാണെങ്കിലും ഇത് വളരെ പ്രയോജനകരമാണ്. നമുക്ക് ഒരു കമ്പാർട്ട്മെൻറ്റിൽ നമുക്ക് 5 കോഴിയെ വരെ വളർത്താൻ പറ്റും. ഇതിൻ്റെ സൗകര്യങ്ങളെന്ന് പറയുന്നത് നിബിൾ സിസ്റ്റമാണ്. ഓരോ കമ്പാർട്ട്മെൻറ്റിലും നമ്മൾക്ക് 2 നിബിൾ വീതം ഘടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആവശ്യാനുസരണം ഒരു 7 ലിറ്റർ വെള്ളം ഈ ബക്കറ്റിൽ കൊള്ളും. അപ്പോൾ ആവശ്യാനുസരണം ഒരു ദിവസത്തേക്കുള്ള വെള്ളം കോഴിക്ക് ലഭ്യമാവും. പിന്നെ തീറ്റ ഇടാനുള്ള സംവിധാനമാണ്. ഇതിനകത്ത് നമ്മൾക്ക് ഒരു കോഴിക്ക് 100 ഗ്രാം 110 ഗ്രാം തീറ്റ എന്നുള്ള അളവിൽ ഒരു ദിവസത്തേക്ക് ആവശ്യമായിട്ടുള്ള തീറ്റ നമുക്ക് ഒറ്റ പ്രാവശ്യം തന്നെ കൊടുക്കാൻ പറ്റും. പിന്നെന്ന് പറയുന്നത് മുട്ട വന്ന് കിടക്കാനായിട്ടുള്ള എഗ് ട്രേ ആണ്. അത് മറ്റും പക്ഷികളൊന്നും എടുത്തിട്ട് പോവാതെ, ഇതിന് കാക്കയൊന്നും എടുക്കാതെ ഇതിനൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇതിന് വളരെ ഈസി ആയിട്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും കോഴിയെ. കാരണമെന്ന് പറയുന്നത് ഫീഡ് ഒട്ടും തന്നെ വേസ്റ്റ് ആവുന്നില്ല. അത്രയ്ക്കും നല്ല രീതിയിലുള്ള ഫീഡറാണ് വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഇത് ഇവിടെ വന്ന് എഗ് ട്രേ ആണിത്, ഇവിടെ വന്ന് കിടക്കും. അപ്പം നമുക്ക് മറ്റ് പക്ഷികളൊന്നും എടുത്തിട്ട് പോവാതെ നമുക്കതിനൊരു പ്രൊട്ടക്ഷനുണ്ട്. ഇത് ഒരു ഹാഫ് ഡോർ വരുന്ന കേജാണ്, പക്ഷേ ഫുള്ളായിട്ട് ചെയ്യാൻ പറ്റുന്ന കേജും നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അടുത്തതെന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മൾക്ക് വളരെ സ്പേസ് കുറഞ്ഞവർക്കും ഈ കേജ് ഉപയോഗിക്കാൻ പറ്റും. കാരണം ഇപ്പം കാഷ്ടം നമുക്കിതിനകത്ത് തന്നെ മാനേജ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് നമ്മൾക്ക് മറ്റ് പട്ടിശല്യമൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട്, അതായത് പട്ടിയൊന്നും വന്ന് നമ്മുടെ കോഴിയുടെ കാലിൽ പിടിച്ച് വലിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രൊട്ടക്ഷനാണിത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ കൂടെ എവിടെയും വെച്ച് കൊടുക്കാൻ പറ്റും. ഈ ഒരു പ്രൊട്ടക്ഷൻ, അതും തുരുമ്പെടുക്കാത്ത GI മെഷ് തന്നെയാണ് ഉപയോഗിച്ച് ചെയ്തിരിക്കുന്നത്. കാരണം കോഴിക്കാഷ്ടം സാധാരണ ഒരു മെഷിൽ വീഴുവാണെങ്കിൽ അത് തുരുമ്പെടുത്ത് പോകും. അതുണ്ടാവാതിരിക്കാൻ വേണ്ടി കേജ് ചെയ്തിരിക്കുന്ന അതേ ടാറ്റ GI മെഷ് തന്നെയാണ് ഈ പ്രൊട്ടക്ഷന് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി ഈ പ്രൊട്ടക്ഷനിൽ ഈ 2 സൈഡും നമ്മൾക്ക് ഇളക്കി മാറ്റാവുന്നതാണ്. ഈ 2 സൈഡും ഇളക്കി മാറ്റിക്കഴിഞ്ഞാൽ ഇതിനുള്ളിൽ നമുക്ക് ചാക്കോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കോ ഇട്ടിട്ട് അറക്കപ്പൊടിയോ ചാരമോ ഒക്കെ ഇട്ട് നമുക്ക് കാഷ്ടം ഇതിനുള്ളിൽ കളക്ട് ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഒരു പ്രത്യേകത. സ്വാശ്രയ അഗ്രികൾച്ചറൽ ഈ കൂട് കുടുംബശ്രീക്ക് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഹോം ഡെലിവറി ചെയ്യുന്നുണ്ട്. അതുപോലെ ചെറിയൊരു ഫാം സെറ്റപ്പിന് വേണ്ടിയിട്ട് 5 കൂട് 10 കൂട് വെച്ച് ചെയ്യുന്നവർക്കും നമ്മൾ ഈ കൂട് കൊടുക്കാറുണ്ട്. ഈ കൂട്ടിൽ നമ്മൾക്ക് ഒരു മാസം ഈ കൂടിലൂടെ നമുക്ക് വരുമാനമെന്ന് പറയുന്നത് ഒരു 7,500 മുതൽ 8,000 രൂപ വരെ നമ്മൾക്ക് മുട്ട ഉൽപ്പാദനം ഈ കൂട്ടിലൂടെ നമുക്ക് ലഭ്യമാവുന്നതാണ്. ഹോം ഡെലിവറി സൗകര്യമുണ്ട്. അതുപോലെ തന്നെ 500 കോഴി മുതൽ ഫാം ചെയ്യുന്നവർക്കും നമ്മളെ സമീപിക്കാം. മെഡിസിൻ, അതുപോലെ തന്നെ ഫീഡ്, ചിക്സ്, ഏത് തന്നെ ഇത് 30 കോഴിയുടെ കൂടാണ്. 10 കോഴിയുടെ കൂട്, 20 കോഴിയുടെ കൂട്, 30 കോഴിയുടെ കൂട്, അതുപോലെ 50 കോഴി വളർത്താൻ പറ്റുന്ന കൂട്, 100 കോഴി വളർത്താൻ പറ്റുന്ന കൂട്, അതുപോലെ തന്നെ ചെറിയ രീതിയിലും വലിയ രീതിയിലുമുള്ള ഫാം സപ്പോർട്ട്, 500 കോഴി മുതൽ അങ്ങോട്ട് എത്ര കോഴി വരെ ചെയ്യാൻ പറ്റുന്ന ഫാം സപ്പോർട്ട് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ സ്വാശ്രയ അഗ്രികൾച്ചറൽ വഴി ഫീഡിൻ്റെ സപ്പോർട്ട്, മെഡിസിൻ, അതുപോലെ കേജ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും സ്വാശ്രയ അഗ്രികൾച്ചറിനെ സമീപിക്കാവുന്നതാണ്.